ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഒപ്പീനിയൻസ് ആയിരിക്കും ഈ ഒരു വീഡിയോ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഈ ഒരു സിനിമ അനൗൺസ് ചെയ്ത സമയം തൊട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. കാരണം ഇത് ഒരു ടൈം ട്രാവൽ സിനിമയാണ്, ഒരു ഫിക്ഷനാണ് എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. വെങ്കട് പ്രഭു ആണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു നല്ല സിനിമയായിരിക്കും എന്നുള്ളത്. പിന്നെ യുവൻ ഒരു വിജയ് സിനിമ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ചെയ്യുന്നത് മ്യൂസിക്. ഇപ്പം ആ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷേ യുവൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയിലെ ഒരു പാട്ടും എനിക്കിങ്ങനെ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ റിപ്പീറ്റ് മോഡിൽ കേൾക്കാൻ പറ്റുന്ന പാട്ടുകളൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ ഒരു വിജയ് സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു പാട്ടെങ്കിലും അത് ട്രെൻഡിങ് ആവും. ഇപ്പോൾ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഒരു ട്രെൻഡിങ് സോങ് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ ഒരു സിനിമയിൽ അങ്ങനെ ട്രെൻഡിങ് സോങ് ഒന്നും ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആ ഒരു സൈഡ് നമുക്ക് നിർത്താം. പിന്നെ ഈ അവസാനം ഇറങ്ങിയ പാട്ടിനകത്ത് വിജയുടെ ഒരു യങ്ങർ ലുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊരുമാതിരി ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പൊതുവേ ഒരു സംസാരം ഉണ്ടായിരുന്നു. എനിക്കും പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടില്ല. ഒരു വേഴ്സ്റ്റ് ലുക്ക്, വിജയുടെ നമ്മൾ കണ്ടതിലെ വേഴ്സ്റ്റ് ലുക്കായിട്ടൊക്കെയാണ്. ഓക്കെ, DAG ചെയ്തതാണ്, പക്ഷേ VFX ഒക്കെ ആണെങ്കിലും അതൊരു രസമില്ല എന്ന് വിജയ് ആണോ എന്ന് വരെ നമുക്കത് തോന്നും ആ ഒരു ലുക്ക് കണ്ട സമയത്ത്. പിന്നെ ആകെ പ്രതീക്ഷയുള്ളത് ഈ ഒരു ട്രെയിലറിലായിരുന്നു. ട്രെയിലർ റിലീസാകുമ്പോൾ അറിയാം സിനിമ ഏത് ലെവലിലേക്ക് പോകും, സിനിമയിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കണോ അതോ ഒരു പ്രതീക്ഷയില്ലാതെ പോയി കാണണോ എന്നുള്ള സാധനം. ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് ഒരു ആവറേജ് ട്രെയിലറായിട്ടാണ് ഫീൽ ചെയ്തത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒരു വിജയ് കൊമേഴ്ഷ്യൽ സിനിമ അതിനപ്പുറമൊന്നും എനിക്ക് ഈ ഒരു ട്രെയിലറിനകത്ത് കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ട്രെയിലറിൽ നിന്ന് സ്റ്റോറിയെ പറ്റിയിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം 4 ലുക്കിലുള്ള വിജയെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരെണ്ണം ആ ഒരു ഏജ് ആവുന്ന യങ്ങർ ടു അഡൾട്ടുള്ള സാധനമാണ് കാണിക്കുന്നത്. മൊത്തത്തിൽ 3 ലുക്കിലുള്ള വിജയെ കാണിക്കുന്നുണ്ട്. ഒരു മിഡിൽ ഏജ്ഡ്, ഒരു ഓൾഡർ ഏജ്, പിന്നെ ഒരു യങ് ഏജിലുള്ള വിജയ്. 3 വിജയുടെ ലുക്ക് കാണിക്കുന്നൊക്കെ ഉണ്ട്. അച്ഛനും മോനും ആണെന്നുള്ള സാധനം അതിനകത്ത് ഡയലോഗ്സ് നിന്ന് മനസ്സിലാകാം. അല്ലാതെ സ്റ്റോറി എങ്ങനെ പോകുന്നു എന്നുള്ളത് ഒരു ഐഡിയയും ട്രെയിലറിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് വെങ്കട് പ്രഭു മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി കിടക്കുന്നത്, എന്താണ് ഈ ഒരു സാധനം കൊണ്ട് ട്രെയിലറിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കുറച്ചധികം ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉള്ള ഒരു ഇൻ്റർനാഷണൽ സ്പൈ ആണ് ഈ വിജയ് എന്നുള്ളത് മനസ്സിലാകും. പേര് എനിക്ക് അത്ര ഗാന്ധി എന്നുള്ള പേര് എന്തോ എനിക്ക് കൊണ്ട് ദഹിച്ചിട്ടില്ല ട്രെയിലർ കണ്ട സമയത്ത്. കാരണം എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഈ ഒരു ട്രെയിലറിനകത്ത്, മിസ്സിങ്സ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് ഒരു ആവറേജ് ട്രെയിലറെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഇപ്പോൾ ഉണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അത്ര വലിയ പ്രൊമോഷൻസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ലിയോയുടെ ട്രെയിലർ റിലീസാവുന്ന സമയത്തൊക്കെ വൻ പ്രൊമോഷൻസ് ആയിരുന്നു. കാരണം ഇന്ന ദിവസം ട്രെയിലർ റിലീസാകുന്നുള്ള കൗണ്ട് ഡൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് അങ്ങനെയൊന്നുമില്ല. ഒരു തലേദിവസം വന്നിട്ട് നാളെ ട്രെയിലർ റിലീസാകുന്നെന്ന് പറയുന്നു. പ്രത്യേകിച്ച് സിനിമ റിലീസാകാൻ ഒരു മാസം പോലും ഇല്ല. ആ ഒരു സമയത്താണത്. വെങ്കട് പ്രഭു മനഃപൂർവ്വം ഈ ഒരു സിനിമ അത്ര കോംപ്ലിക്കേറ്റഡ് ട്വിസ്റ്റുകളുള്ള സ്റ്റോറി ആയതുകൊണ്ട് അങ്ങനെ ചെയ്തതാണോ എന്ന് വരെ നമ്മൾ സംശയിക്കണം. എന്തായാലും അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്തും ആ ഒരു ലുക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മേക്കിങ് കാര്യങ്ങളൊന്നും അത്ര കുഴപ്പമില്ല. പക്ഷേ ആ ഒരു യങ്ങർ ലുക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അത് VFX ചെയ്യണ്ടായിരുന്നു എന്നാണ്. ഇപ്പം ഈ കാലങ്ങളായിട്ട് വിജയ് ചെയ്യുകയാണിങ്ങനെ ഡബിൾ റോളും ട്രിപ്പിൾ റോളും ഒക്കെ ഒന്ന് മാറ്റി പിടിക്കാമായിരുന്നു. പ്രത്യേകിച്ചും സെക്കൻഡ് ലാസ്റ്റ് സിനിമയാണ്. അടുത്തൊരു സിനിമ വിനോദിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ ഒരു സിനിമയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജയുടെ കരിയറിൽ ഇനി സിനിമ ചെയ്യുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം ഒരു സെക്കൻഡ് ലാസ്റ്റ് സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ആവറേജിൽ നിൽക്കേണ്ട സിനിമയല്ല. അതൊക്കെ ഒരു ബെസ്റ്റ് സിനിമകളിൽ നിൽക്കേണ്ട സിനിമകളൊക്കെ ചെയ്യേണ്ട സമയത്ത് എന്തൊക്കെയോ മിസ്സിങ്സ് ഉള്ളൊരു ട്രെയിലറായിട്ടാണ് ഫീൽ ചെയ്തത്. ഇനി കുറച്ചൊരു 10-20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ റിലീസാകും. 20 ഇല്ല, ഒരു 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ റിലീസാകും. 15 ദിവസത്തിനകത്താണ് ഒരു ട്രെയിലർ റിലീസ് ചെയ്തത്. ഇതിന് മുമ്പ് അപ്ഡേറ്റുകളൊന്നും ഇല്ലായിരുന്നു. ഒരു ടീസർ മാത്രമാണ് ആദ്യം തന്നത്. പിന്നെ 3 പാട്ട് റിലീസ് ചെയ്തു. 3 പാട്ട് റിലീസ് ചെയ്തു. ഇപ്പോൾ ട്രെയിലർ റിലീസ് ചെയ്തു. ഇത് വെങ്കട് പ്രഭുവിൻ്റെ ഐഡിയ ആണോ, മാർക്കറ്റിംഗ് തന്ത്രമാണോ എന്നുള്ളതാണ്. ആക്ച്വലി ടൈം ട്രാവലാണോ, പല ടൈം ലൈനാണോ കാണിക്കുന്നത്, ഇനി വേറെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ടൈം ലൈൻ വെച്ചുള്ള ഇങ്ങനത്തുള്ള പരീക്ഷണങ്ങൾ വളരെ കുറവാണ് ഇന്ത്യൻ സിനിമ. പ്രത്യേകിച്ച് തമിഴ് സിനിമയിൽ പരീക്ഷണങ്ങൾ അങ്ങനെ വിജയിക്കാറുള്ളതല്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് വെൽ പ്രസൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കണം. ഇതിനി എന്താണ് പുള്ളി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്
ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. സിനിമ റിലീസ് ആകുമ്പോഴേ അത് പറയാൻ പറ്റുള്ളൂ. ട്രെയിലറിൽ എനിക്ക് ആ ഒരു ലുക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു. ആ ഒരു ലുക്ക് എന്തോ എനിക്ക് ആ ലുക്ക് താല്പര്യം, അത് വിജയാണെന്ന് പറയുന്നില്ല എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട്. അതെന്താണെന്നറിയില്ല. അത് ദ വേസ്റ്റ് ലുക്ക്. ഞാൻ ഭൈരവയെ കാണുന്ന സമയത്ത് ഭൈരവയിലെ ലുക്കായിരിക്കും ദ വേസ്റ്റ് ലുക്ക് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു സാധനം വന്നപ്പോൾ എനിക്കത് മതിയായി. പ്രത്യേകിച്ച് വിജയ്ക്ക് ഈ ലുക്ക് ചേഞ്ച് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഐറ്റമാണ്. ഇപ്പോഴും ഫേസിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പറ്റത്തില്ല അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. മുഖത്തൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഓക്കെ. ഏജ് ചെയ്യാം, ഒരു മിഡിൽ ഏജ് കാണിക്കാം. അതേ കൂടുതൽ മീശയൊക്കെ ഇങ്ങനെ കാണിച്ചൊരു യങ്സ്റ്ററായിട്ടൊക്കെ പാടാണ്. അതിപ്പം ധനുഷൊക്കെ ആണെങ്കിൽ ഓക്കെ, ധനുഷിന് എന്ത് ക്യാരക്ടർ അങ്ങനെ ചെയ്യാൻ പറ്റും. വിജയ്ക്ക് ഇങ്ങനെ പറ്റില്ല എന്നുള്ളത് സത്യമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇത് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങോട്ട് നമ്മൾ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ട്രെയിലർ കണ്ടിട്ട് നമുക്കൊരു ഫുൾ സാറ്റിസ്ഫൈഡ് അല്ലെന്നുണ്ടെങ്കിൽ, അതിപ്പം സിനിമ കൊള്ളില്ലെങ്കിലും നമ്മൾ ട്രെയിലർ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട് സിനിമ നന്നായിരിക്കും എന്നുള്ളത്. ഇതിപ്പം ആ ഒരു പ്രതീക്ഷയില്ലാതെ ഒരു ആവറേജ് സിനിമ പ്രതീക്ഷയായിരിക്കും നമ്മൾ തിയേറ്ററിൽ പോകുന്നത്. ആ ഒരു കുഴപ്പം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് പറഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് തെളിവിളിക്കാൻ നിൽക്കണ്ട. ഞാനൊരു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വിജയുടെ സിനിമ നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണും. അതിന് എത്ര കൊള്ളില്ല, ആരും എന്ത് പറയും, നമുക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പോയി കാണും. അതങ്ങനെയാണ് അതാണ് വിജയ് സിനിമകളുടെ ആ ഒരു പ്രത്യേകത എന്നുള്ളത്. എന്തായാലും വിജയുടെ സെക്കൻഡ് സിനിമയാണ്. അടുത്തൊരു സിനിമ കൂടി 69ാമത്തെ സിനിമയോട് പുള്ളി നിർത്തുകയാണ്. ഓക്കെ, വാട്ടവർ. അപ്പോൾ നിങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലാണ്. അതുവരെ ബൈ.